ഹലോ കൂട്ടുകാരെ, ഈ പ്രാവശ്യത്തെ ഓണ അച്ചാർ ഞാൻ നേരത്തെ തന്നെ ഇടുവാണേ. പാത്രമൊക്കെ വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് സാധനം എല്ലാം ഇട്ടതിന് ശേഷമാണ് ഓർത്തത് അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന് കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെ ഇട്ടതെന്ന് ഞാൻ ഒന്ന് പറയാവേ. ആദ്യം പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകിട്ട് പിന്നീട് കറിവേപ്പിലയും ചേർത്ത് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടെ നമ്മൾ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മസാല ഇടും. മസാല മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയും കൂടെയാണ് ഞാൻ ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഞങ്ങളുടെ നാട്ടിൽ വഴറ്റുക എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻ്റ് ഇടണേ. നമ്മൾ നല്ലതുപോലെ അത് വഴറ്റിയെടുക്കണം. പക്ഷേ തീ കുറച്ച് വെച്ചേക്കണേ, ഇല്ലെങ്കിൽ അത് മസാല കരിഞ്ഞു പോകും. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. നിങ്ങൾ വിനാഗിരി ചേർക്കാറുണ്ടോ? കണ്ടോ, നല്ല കളർഫുൾ അല്ലേ? അങ്ങനെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് പിന്നെയും അത് വഴറ്റിക്കൊണ്ടേ ഇരുന്നേ. ആ വിനാഗിരിയുടെ ആ സ്മെല്ലും നമ്മൾ ആ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു സ്മെല്ലൊന്ന് മാറുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റണേ. നല്ലതുപോലെ വഴറ്റി അതൊന്നൊരു കുറുകി വരുന്ന ഒരു സമയത്താണ് നമ്മൾ മാങ്ങ തട്ടുന്നത്. കുറച്ചും കൂടി ഇങ്ങനെ നല്ലതുപോലെ വഴറ്റിയെടുക്കും നമ്മൾ. അതിന് ശേഷം മാത്രമേ ഞാൻ മാങ്ങ ഇടത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ഇതേണക്കാണോ അച്ചാറിടുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ നമ്മൾ വഴറ്റിയെടുത്ത് ഇനി നമുക്കതിലേക്ക് മാങ്ങ തട്ടാവേ. ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്. നമ്മൾ അതിലേക്ക് മാങ്ങ തട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ആ മാങ്ങയിലെല്ലാം പിടിക്കണം. ഇത് മസാല പിടിച്ച് വരുന്നത് പോലെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിനകത്ത് പഴുത്ത മാങ്ങ, ഒരു പഴുക്കാറായൊരു മാങ്ങയുണ്ട്, പച്ച മാങ്ങയുണ്ട് കേട്ടോ. 2 സൈസ് മാങ്ങയായത്. അങ്ങനെ നമ്മൾ വീണ്ടും വഴറ്റുകയാണ്. വഴറ്റി ആ മസാലയെല്ലാം ആ മാങ്ങയിൽ നല്ലതുപോലെ ചേരണം. നല്ലതുകൂടെ മിക്സ് ആവണേ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് സ്പൂണ് തട്ടുന്നതേ ആ മസാല മൊത്തം ആ സ്പൂണിലിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് സ്പൂണൊന്ന് തട്ടി കൊടുക്കുന്നത്. നല്ലതുപോലെ ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അച്ചാർ റെഡി. നല്ലതുപോലെ ഇത് മിക്സ് ആവണം. ആ മിക്സിലാണ് നമ്മളെ അച്ചാറിൻ്റെ രുചി ഇരിക്കുന്നത്. കണ്ടോ, നല്ല ടേസ്റ്റി അച്ചാർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ അച്ചാർ? വാവ്, പൊളിയല്ലേ? നിങ്ങളും അച്ചാറൊക്കെ ഇടാൻ തുടങ്ങിയോ? ഞാൻ നേരത്തെ ഇട്ട് വയ്ക്കാമെന്ന് കരുതിയേ. അങ്ങനെ എൻ്റെ അച്ചാറിൻ്റെ പണി ഇവിടെ കഴിയാറായി. നിങ്ങൾക്ക് എൻ്റെ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. ടാറ്റാ.